ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. ഈ വരുന്ന എക്സാമിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്നുള്ളത്. ഈ ഒരു സംഭവം, ഈ ഒരു ഡിസ്കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. കുറഞ്ഞ മിനിറ്റേ ഉള്ളൂ. അവസാനം വരെ നിങ്ങൾ കണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ റൈറ്റിംഗിന്റെ ഫുൾ മാർക്ക് നിങ്ങൾ കിട്ടുകയുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഓരോ കാര്യവും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സെറ്റ് ആവും. ഇനി മുതൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രൊഫൈലിന്റെ മാർക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. നിങ്ങൾ കണ്ടോ, സെറ്റ് ആയിക്കോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ആ ഒരു സൈലം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. സൈലം ഫ്രം റൂട്ട് ടു എപെക്സ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി ഒരു സൈലം ഉണ്ട്. ജസ്റ്റ് എന്ത് കാര്യം, എന്ത് ഡിസ്കോഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, വിത്ത് സൈലം നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളും കംപ്ലീറ്റ് നിങ്ങൾ യൂട്യൂബിൽ കിട്ടുന്നതായിരിക്കും. നോക്കാം. നെക്സ്റ്റ് വൺ, ആദ്യം തന്നെ പ്രൊഫൈലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക? നെയിം ഓഫ് പേഴ്സൺ, അത് ഉറപ്പാണ്. ആ ഒരു വ്യക്തിയുടെ പേര് ഫസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, നെയിം ഓഫ് പാരൻസ്, അതുപോലെ തന്നെ ജനിച്ച ആ ഒരു ഡേറ്റ്, അതുപോലെ തന്നെ ജനിച്ച സ്ഥലം, ആ പാരൻസിന്റെ പേരുണ്ടാവാം. എഡ്യൂക്കേഷൻ, എന്തൊക്കെ എഡ്യൂക്കേഷൻസ് ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ബുക്സ് ആൻഡ് വർക്ക്സ്. അദ്ദേഹത്തിന്റെ വർക്ക്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബുക്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവാർഡുകൾ, അദ്ദേഹത്തിന് എന്തൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും അതിലുണ്ടായിരിക്കും. യെസ് ആൻഡ് ഡെത്ത്. ഈ ഒരു കളറിൽ, ഈ ഒരു എക്സ്ട്രാ കളറിൽ കൊടുത്ത സംഭവമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ. അത് എല്ലാ പ്രൊഫൈലും മിക്കവാറുണ്ടായി കണ്ടുവരുന്ന സാധനങ്ങളാണ്. ഏതായാലും ഇതൊക്കെ എങ്ങനെയാണ് ഒരു പ്രൊഫൈലാക്കി മാറ്റുക? ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള തെറ്റുകൾ കാരണം നിങ്ങൾ പ്രൊഫൈലിന്റെ മാർക്ക് നഷ്ടപ്പെടുത്താറുണ്ട്. ഇനി മുതൽ നിങ്ങൾക്ക് അത് ഉണ്ടാവില്ല. അതാണ് നമ്മളിത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നെയിം ഓഫ് പേഴ്സൺ. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രൊഫൈലാണ് എടുക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ എടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രൊഫൈലും, നമ്മുടെ ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ടുള്ള ഏത് പ്രൊഫൈലും നിങ്ങൾക്ക് ഇനി മുതൽ ചെയ്യാൻ പറ്റണം. നെയിം ഓഫ് പേഴ്സൺ, നിങ്ങളത് ഹെഡിങ് എഴുതി കൊടുക്കുക, ഡോക്ടർ APJ അബ്ദുൽ കലാം. അതങ്ങോട്ട് ഹെഡിങ് എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ നോക്കിക്കോ, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നെയിം എഴുതി. ഓക്കെ, ഇത് നമ്മൾ സെറ്റ് ചെയ്തു. ഇത് വലിയ സെറ്റ് ചെയ്യാനില്ല, കാരണം ആ പേരങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് വൺ, ഇവിടെയാണ് മിസ്റ്റേക്ക് വരാറുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്ന സമയത്ത് അവിടെ വാസ് ബോൺ, ഓക്കെ, ഹി വാസ് ബോൺ പറഞ്ഞിട്ട് ഓണും പറ്റും അല്ലെങ്കിൽ ഇന്നും പറ്റും. അത് എവിടെയാണ്, എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോ, ഹി വാസ് ബോൺ, ഓണും പറ്റും ഇന്നും പറ്റും. ശ്രദ്ധിക്കണേ, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് 15th October 1931 എന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വർഷം മാത്രമല്ല ആ ഒരു മാസവും ഡേറ്റും കംപ്ലീറ്റ് വൃത്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഓൺ യൂസ് ചെയ്യണം. ഏത് യൂസ് ചെയ്യണം? ഓൺ എന്നുള്ളത് യൂസ് ചെയ്യണം. വർഷം മാത്രമല്ല, വർഷത്തിന് കൂടെ മാസവും ഡേറ്റും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ യൂസ് ചെയ്യാം. ഇനി മാത്രം അതല്ല, നിങ്ങൾക്ക് വർഷം മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ ഇന്ന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഇന്ന് മാത്രം യൂസ് ചെയ്യാം. എവിടെ നമുക്ക് ആ ഒരു വർഷം മാത്രമാണ് കൊടുത്തതെങ്കിൽ ബോൺ ഇൻ എന്ന് യൂസ് ചെയ്യാം. ഇവിടെ ഈ ഒരു പിങ്ക് കളർ, ഓക്കെ, ഈ ഒരു പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എവിടെയും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ ഒരു സൈഡിലുള്ളത്. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വാസ് ബോൺ ഓൺ 15th October 1931 എന്ന് കൊടുക്കാം. അവിടെ വർഷം മാത്രമാണെങ്കിൽ വാസ് ബോൺ ഇൻ 1931 എന്ന് കൊടുക്കാം. സെറ്റാണല്ലോ. അപ്പോൾ രണ്ട് സെഗ്മെന്റ് നമ്മൾ എന്താക്കി, കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതി നോക്കിയാലോ. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ പേര് വെച്ചിട്ട് തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, ജംഷാദ് വാസ് ബോൺ, ഇവിടെ എന്താണ് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൺ 25th February 1996 എന്ന് കൊടുക്കും. ഇനി ഇങ്ങനെ 1996 മാത്രമാണെങ്കിൽ ജംഷാദ് വാസ് ബോൺ ഇൻ 1996. ഇത് നിങ്ങളുടെ സ്വന്തം പേര് വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും മറന്നു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേര് വെച്ചിട്ട് വാസ് ബോൺ കഴിഞ്ഞിട്ട് ഓൺ ഇട്ടിട്ടും എക്സാമ്പിൾ ജസ്റ്റ് മൈൻഡിൽ വരിക, ഇൻ ഇട്ടിട്ടും എക്സാമ്പിൾ മൈൻഡിൽ കൊണ്ടുവരിക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് ബർത്ത് ആണ്, ജനിച്ച സ്ഥലം. ഇതെന്താ അറ്റും ഇന്നും, ഒന്ന് ചെറുതും ഒന്ന് വലുതും. നോക്കിക്കോ, ഇത് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത സാധനമാണ്. അറ്റ് എന്നും പറയാം, ഇന്ന് എന്നും പറയാം. ഓക്കെ, ആ ഒരു ഡേറ്റ് പ്ലേസ് ഓഫ് ബർത്തിന് അറ്റ് എന്ന് പറയാം, ഇന്ന് എന്ന് പറയാം. ആക്ച്വലി ഇന്ന് എന്ന് പറയുന്ന സമയത്ത് വലിയ സ്ഥലമാണെങ്കിൽ, നമുക്കിപ്പോൾ സപ്പോസ് എക്സാമ്പിൾ കേരള എന്ന് പറയുന്ന സമയത്ത് ഓക്കെ യെസ് എന്ന് പറയാൻ പറ്റും, ഇന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ചെറുതാണ് കാലിക്കറ്റ്. ഓക്കെ, കാലിക്കറ്റ് പറയുമ്പോൾ കുറച്ചുകൂടി ചെറിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിളോട് നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും. ജംഷാദ് വാസ് ബോൺ
ഇൻ കേരള എന്ന് പറയുമ്പോൾ വലിയൊരു ഒരു എന്താണ് സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ വലിയൊരു സ്ഥലം. ഓക്കെ, വലിയ സ്ഥലത്തിന് ഇൻ യൂസ് ചെയ്യും. അതാണ് ഇവിടുത്തെ ഷോർട്ട്. ഇൻ എന്ന് പറയുന്നത് വലിയ സ്ഥലം, അറ്റ് എന്ന് പറയുന്നത് ചെറിയ സ്ഥലം. ജംഷാദ് വാസ് ബോൺ അറ്റ് കാലിക്കറ്റ് ഇൻ കേരള. കണ്ടോ, അറ്റും ഇന്നും വന്നത്. അവിടെ ഇന്നാവുന്ന സമയത്ത് വലിയ സ്ഥലം, അറ്റ് കാലിക്കറ്റ് ആവുന്ന സമയത്ത് ചെറിയ സ്ഥലം. ഓക്കെ, കമ്പാരിറ്റീവ്ലി ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടാണ് അറ്റും ഇന്നും നമ്മൾ എന്താക്കേണ്ടത്, അവിടെ ചേർക്കേണ്ടത്. ഓക്കെ, അത് നമ്മുടെ APJ അബ്ദുൽ കലാം കൊടുത്താലോ. കണ്ടോ ബർത്ത് 15th October ആണ് 1931. രാമേശ്വരം തമിഴ്നാടാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത് കണ്ടോ. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ on 15th October 1931 at രാമേശ്വരം ഇൻ തമിഴ്നാട്. തമിഴ്നാട് വലുത്, ആ രാമേശ്വരം ചെറുത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി ഇത് തെറ്റിക്കില്ലല്ലോ. ഇനി അടുത്തതാണ്, അടുത്തതാണ്, നോക്കിക്കോ. നെയിം ഓഫ് പാരൻസ് സെറ്റ് ആക്കാൻ പോകുന്നത്. നെയിം ഓഫ് പാരൻസ് ആണ് സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അത് നെയിം ഓഫ് പാരൻസ് നമ്മുടെ ആ ഒരു പ്രൊഫൈലിന്റെ ഹിൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിസ് പാരൻസ് ആർന്നും പറ്റും, വേർന്നും പറ്റും. വാട്ട് ഇസ് ദ ഡിഫറൻസ്? ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ ആർ, ജീവനോടെ ഇല്ലെങ്കിൽ വേർ. ഓക്കെ, നോക്കിക്കോ. പാരൻസ് ജൈനുൽ ആബ്ദീൻ ആൻഡ് ആഷിയാമയാണ്. ഇഫ് ദേ ആർ പാസ്ഡ് അവേ, അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഫൈലിന്റെ പാരൻസ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട സാധനം എന്താണ്? ഹിസ് പാരൻസ് വേർ എന്ന് കൊടുക്കുക. ഇനി മരിച്ചിട്ടില്ലെങ്കിൽ ആർ എന്ന് കൊടുക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ ആണല്ലോ. ജൈനുൽ ആബ്ദീൻ ആൻഡ് ആഷിയാമ. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ മതി. സെറ്റാണ്. യെസ്. ഇനി നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷൻ ആണ്. നോക്കിക്കോ, എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സാധനം കൊടുക്കുക. ഇങ്ങനത്തെ ഈ ഒരു ഫോർമാറ്റ് ആണ് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത്. ഹി കംപ്ലീറ്റഡ് ഡാഷ് ഡിഗ്രി ഫ്രം ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ ഡാഷ് ഇയർ. അതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, എന്താണോ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ഏത് ഡിഗ്രി ആണോ, അല്ലെങ്കിൽ ഡിഗ്രി ചിലപ്പോൾ ഡോക്ടറേറ്റ് ഒക്കെ അയക്കുക. ഡിഗ്രി ഓക്കെ, ഫ്രം കോളേജിൻ്റെ നെയിം എഴുതി കൊടുക്കുക. ഇവിടെ ഇയർ എഴുതി കൊടുത്താൽ കംപ്ലീറ്റ് സാധനമായി. നോക്കിക്കോ, പിടിച്ചോ. ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ സെന്റ് ജോസഫ് കോളേജിലാണ്, തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ്. ആ ഒരു വർഷം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത് കംപ്ലീറ്റ് സെന്റൻസിലേക്ക് വന്നുകൊണ്ടോ. ഹി കംപ്ലീറ്റഡ്. ഇനി നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹിസ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം നമുക്ക് എന്താക്കാം, വേറെ തന്നെ കൊടുക്കാം. ഫ്രം ഹീസ് ബാച്ചിലർ എഞ്ചിനീയറിംഗ് ഫ്രം ഈ ഒരു ഫ്രം ആണ് ഇവിടെ. ഫ്രം സെന്റ് ജോസഫ് കോളേജ് തിരുച്ചിറപ്പള്ളി. ഓക്കെ, ഫ്രം നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ നിന്ന് എടുത്തോ. ഇനി ഇന്നും നമ്മുടെ ഫോർമാറ്റിലുണ്ട്. ആ വർഷം കൂടി അങ്ങ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1954 എന്നുള്ള ആ ഒരു വർഷം കൂടി സെറ്റാക്കി. ഓക്കെ, ഇതോട് കൂടിയിട്ട് നിങ്ങൾ എന്താക്കി, എഡ്യൂക്കേഷന് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, സെറ്റായിട്ട് ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ നിങ്ങളും ജസ്റ്റ് എന്താക്കാം, നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പ്രൊഫൈലും വരുന്ന സാധനമാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുക്സ്. ഓക്കെ, ഹിസ് ഫേമസ് വർക്ക്സ് ആർ. ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു സാധനമാണ്. കാരണം അദ്ദേഹത്തിന് എന്തായാലും ഒരു ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ പ്രൊഫൈലായിട്ട് എഴുതാനുണ്ടാവുക. അപ്പോൾ വർക്ക് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വിങ്സ് ഓഫ് ഫയറും ഇന്ത്യ 2020 ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്നാണ് ചേർക്കേണ്ടത്. എന്താണ്? ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ടോ വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020 ആൻഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. സിമ്പിൾ. അതങ്ങോട്ട് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ സെറ്റ്. ആൻഡ് സെവൻത്ത് വൺ ഇനി ഒന്നുകൂടി അല്ല, 8 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അവാർഡ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടാകും, എന്തെങ്കിലും ഒരു പ്രശസ്തി പത്ര കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ്. കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ്. ഈ ഒരു വേർഡ് മൈൻഡിലുണ്ടായിരിക്കുക, ഈ ഒരു സെഗ്മെന്റ്, ഈ ഒരു ഫ്രേസ് മനസ്സിലുണ്ടായിരിക്കുക. കുറേ അവാർഡ് കിട്ടി, ഇൻക്ലൂഡിങ് ഇതും കൂടി എന്ന് പറയുന്ന കുറച്ചുകൂടി അവരെ പുകഴ്ത്തുകയാണ്. അതൊക്കെയാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1981, ഭാരതരത്ന കിട്ടിയിട്ടുണ്ട് 1977, പത്മവിഭൂഷൺ കിട്ടി 1990. അപ്പോൾ എങ്ങനെ എഴുതും? ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ മെയിൻ സാധനം പത്മഭൂഷൺ ഇൻ 1981, ഭരത് രത്ന ഇന്നാണേ കൊടുക്കുന്നത്. ഇവിടെയൊക്കെ ഇന്നാണേ, വർഷം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ മാസവും ഡേറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഓൺ എന്ന് കൊടുക്കാൻ പറ്റും. പത്മഭൂഷൺ ഇൻ 1919. ഓക്കെ, ഇതോടുകൂടി നമുക്ക് നമ്മുടെ അവാർഡും കഴിഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഡെത്ത്സ്. ഓക്കെ, മരിച്ചു കഴിഞ്ഞാൽ മരണത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. ഡൈഡ് ഓണും ഡൈഡ് ഇന്നും ഓണിനെ പറ്റി നിങ്ങൾക്ക് ഇനി പഠിക്കണമെന്ന് ആവശ്യമില്ല, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്നാണെങ്കിൽ വർഷം മാത്രം, ഓൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ മാസവും കൂടി ഉണ്ടായിരിക്കും. കണ്ടോതാ, he died on 17th June 2000 അങ്ങനെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ he died in, അവിടെ ഇന്നും ഓണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. അത് മറന്നു പോകരുത്. വർഷം മാത്രമാണെങ്കിൽ ഇന്ന് വീണ്ടും പറയുന്നത് മൈൻഡിൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധ്യതയുള്ള ഒരു സാധനമാണ്, പക്ഷേ ഇനി മറക്കില്ല. സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 27th July 2015 ഷില്ലോങ് മേഘാലയ ആണ്. അതുപോലെ തന്നെ he died on 27th July, ഇത് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ കേട്ടോ. ഓക്കെ, at ഷില്ലോങ് ഇൻ മേഘാലയ.
കണ്ടോ, അറ്റും ഇന്നും, അറ്റ് ചെറിയ സ്ഥലം, ഇന്ന് വലിയ സ്ഥലം. ഹി പാസ്ഡ് അവേ എന്ന് കൊടുക്കാൻ പറ്റും, ഡൈഡ് എന്ന് കൊടുക്കാം. കുറച്ചുകൂടി അടിപൊളിയായിട്ട് കൊടുക്കുന്നൊരു സാധനമാണ് പാസ്ഡ് അവേ. അത്ര ഡൈഡ് എന്ന് പറയുന്നത് കുറച്ച് എന്താണ് പറയുക, കുറച്ച് ടഫായിട്ട് പറയുന്നതാണ്, കുറച്ച് നോർമലൈസ് ചെയ്തിട്ട് പറയുന്നൊരു സാധനമാണ് പാസ്ഡ് അവേ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. ഓൺ 27th July 2015 അറ്റ് ഷില്ലോങ് ഇൻ മേഘാലയ. സെറ്റാണല്ലോ, ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി എങ്ങനെ ഇതിൻ്റെ കംപ്ലീറ്റ് സെൻറ്റൻസ് രൂപത്തിൽ ഒന്ന് എഴുതി നോക്കാം. നമ്മുടെ ഫ്രീ നോട്ട്സിന് വേണ്ടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ച വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഫ്രീ നോട്ട്സ് കിട്ടും. ഓക്കെ, സെറ്റാണ്. നോക്കിക്കോ, the following, ഇത് ക്വസ്റ്റ്യൻ ആണ്. The following information is about the famous person Dr. APJ Abdul Kalam. Prepare a profile of him. നമുക്ക് നേരത്തെ തന്നിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്താക്കാൻ പോവാണ് കേട്ടോ. ഇത്രയും അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഡെത്ത്, അതുപോലെ തന്നെ അവാർഡ്, വർക്ക്, എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ ബർത്ത് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ പ്രൊഫൈൽ തയ്യാറാക്കാൻ പോവാണ്. നോക്കിക്കോ, ഇതാ പിടിച്ചു. ഡോക്ടർ APJ Abdul Kalam. Dr. APJ Abdul Kalam was born on 15th October 1931 at Rameshwaram in Tamil Nadu. അറ്റും ഇന്നും കണ്ടോ. His parents were, വേർന്ന് കൊടുക്കുമ്പോൾ മനസ്സിലായി, they are passed away, they are no more. അവർ മരിച്ചുപോയി. ജനൽ ആബ്ദീൻ and ആഷിയമ്മ. He completed his Bachelor of Engineering. He completed his എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളെ ഫോർമാറ്റ്, അതിനുശേഷം ഡീറ്റെയിൽസ് എഴുതി കൊടുത്താൽ മതി. തിരിച്ച് പള്ളി in 1954. ഇന്നാണ്, ഓണാണെങ്കിൽ മാസം ഉണ്ടാകുമായിരുന്നു. And he completed his Master of Engineering from Madras Institute of Technology in his famous works and ഇവിടെ ഇന്നുള്ളത് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ, ആൻഡ് ഹിസ് ഫേമസ് വർക്ക്സ് ആർ വിങ്സ് ഓഫ് ഫയർ. ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് എന്താക്കാം, നമുക്ക് ഇവിടെ ആർന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് എന്ന് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെറ്റാണ്. ഓക്കെ, യെസ്, ഓക്കെ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എക്സെട്ര. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ്, അവിടെയും നമുക്ക് ഇൻക്ലൂഡിങ് വെച്ച് പറയാവുന്നതാണ്. പത്മഭൂഷൺ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പത്മവിഭൂഷൺ ഉണ്ട്, ഭരത് നടി. ഇവിടെ കണ്ടോ ഇന്നെന്ന് പറയുന്നത് എവിടെയാണ്, ആ ഒരു വർഷത്തിൻ്റെ മുന്നിൽ, വർഷം മാത്രം ആയതുകൊണ്ടാണ്. യെസ്, നമുക്ക് ഇവിടെ ഇൻക്ലൂഡിങ് എന്നുള്ളത് ഇവിടെയും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. ഓക്കെ, സെറ്റാണല്ലോ. യെസ്, സെറ്റാണല്ലോ. നെക്സ്റ്റ് വൺ. ഓക്കെ, ഹി ഡൈഡ് ഓൺ 27th July 2015 അറ്റ് ഷില്ലോങ് ഇൻ മേഘാലയ. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്, ഒരു പ്രൊഫൈൽ എഴുതുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയുന്നുണ്ടാവില്ല. ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പ്രൊഫൈല് ഒരു കാരണവശാലും തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ചെയ്യാൻ മറന്നുപോയ ആൾക്കാർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട്, എത്രത്തോളം നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പ്രത്യേകിച്ച് ഇന്നും ഓണും വർഷം മാത്രമാണെങ്കിൽ യെസ് ഇന്ന്, അതിൻ്റെ കൂടെ മാസം, അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൺ എഴുതുക. മറ്റൊന്ന് അറ്റും ഇന്നുമാണ്. അറ്റ് എഴുതുന്ന സമയത്ത് ചെറിയ സ്ഥലം, ഇന്ന് എഴുതുന്ന സമയത്ത് വലിയ സ്ഥലം. ആ ഒരു കാര്യങ്ങളും മറന്നു പോവാതിരിക്കുക. നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലെറ്റ്സ് സീ another video with another session. Until it's a bye. It's me Jamshad. You can call me JD. Thank you.